രണ്ട് ടൈപ്പ് മൈൻഡ് സെറ്റുള്ള ആളുകൾ നമുക്കിടയിലുണ്ട്. ഒന്ന് പ്രോബ്ലം ഫോക്കസ്ഡ് മൈൻഡ് സെറ്റുള്ള ആളുകളാണ്. പ്രോബ്ലം ഫോക്കസ്ഡ് മൈൻഡ് സെറ്റുള്ള ആളുകൾ അവരെപ്പോഴും പ്രശ്നങ്ങളെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക. എനിക്കെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ഞാനത് പറഞ്ഞാൽ ശരിയാവില്ല, അല്ലെങ്കിൽ എന്നെ മാത്രം എന്താണ് ഇങ്ങനെ ബാധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അവരിലുള്ള ഓരോ പ്രശ്നങ്ങളെക്കുറിച്ചും അവരിങ്ങനെ സുദീർഘമായി ചിന്തിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഓവർ തിങ്കിങ് മെൻറ്റാലിറ്റിയിലേക്ക് അവർ പോകും. സ്ട്രെസ് ഉണ്ടാകും. സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ അവർക്ക് പ്രയാസമായിരിക്കും. രണ്ടാമത്തത് സൊല്യൂഷൻ ഫോക്കസ്ഡ് മൈൻഡ് സെറ്റുള്ള ആളുകളാണ്. അവരെപ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അവരാദ്യം ചിന്തിക്കുക, വാട്ട് ഈസ് ഇൻ മൈ കൺട്രോൾ. ഇത് എൻ്റെ കൺട്രോളിലുള്ള കാര്യമാണോ? എൻ്റെ കൺട്രോളിലുള്ള കാര്യമാണെങ്കിൽ അതിനുള്ള പരിഹാരം എന്താണ്? ആ പരിഹാരം അവർ അതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകും. ഇപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഒരുപാട് വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ചില ആളുകൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ബേജാറായിരിക്കും. പക്ഷെ അവിടെ ഇത് എൻ്റെ കൺട്രോളിലുള്ളതാണോ, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇതിനെക്കുറിച്ച് ബേജാറാവുന്നത് എന്ന് ചിന്തിക്കാൻ ആരും തയ്യാറാവാറില്ല. അപ്പോൾ ഈ സൊല്യൂഷൻ ഫോക്കസ്ഡ് ആളുകൾ എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു, അതിന് എന്താണ് പരിഹാരമുള്ളത്, ആ പരിഹാരത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, അത് ഞാൻ എപ്പോഴാണ് എടുക്കുക. ഈ സ്റ്റെപ്പുകൾ ഓരോന്നും കൃത്യമായി അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകും. അഥവാ ഇത്തരം പ്രശ്നങ്ങൾ ഇനി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അവർ ആലോചിക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം എന്ന് പറയുന്നത് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഒരു പ്രശ്നം വരുമ്പോൾ അത് സോൾവ് ചെയ്യുക എന്നുള്ളത് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അവർക്ക് ആസ്വദിച്ച് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പ്രോബ്ലം ഫോക്കസ്ഡ് മൈൻഡ് സെറ്റിൽ നിന്ന് മാറി സൊല്യൂഷൻ ഫോക്കസ്ഡ് മൈൻഡ് സെറ്റിലേക്ക് വരണം എന്നാണ്.